എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കൂട്ടുകറി വെക്കാം. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ പരിപ്പ്, മത്തങ്ങ, ചേന. പരിപ്പ് ഒരു പിടിയെടുത്ത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് മത്തങ്ങയും ചേനയും സമാസമം എടുത്ത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിക്കാനായി ഞാനൊരു 3 വിസിലാണ് അടുപ്പിക്കുന്നത്. ഈ സമയം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള അരപ്പ് അരച്ചെടുക്കാം. അതിനായി ഒരു അരമുറി തേങ്ങ, അതിലേക്ക് 2 3 ചെറിയ ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകവും കൂടി ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതൊരു നല്ലൊരു പേസ്റ്റ് രൂപേണ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കറിക്കകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ മത്തങ്ങയും ചേനയും പരിപ്പും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരപ്പും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് വെള്ളം അധികം ആവശ്യമില്ല എങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിടണം. കടുക് പൊട്ടിക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുക്, ഒരു പിടി അരി എന്നിവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, പത്തലമുളക് 2 എണ്ണം, പിന്നെ ഇതിലേക്ക് മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു നുള്ള് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കറിക്ക് പ്രത്യേക ഒരു കളർ ഉണ്ടാവും. അതിനു വേണ്ടിയാണ് മുളക് പൊടി ആഡ് ചെയ്യുന്നത്. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ ഏറ്റവും നല്ലൊരു കറിയാണ്. പിള്ളേർക്കായാലും ഇത് വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. എല്ലാവരും വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്.